നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഓഗസ്റ്റ് മാസം 1-ാം തീയതി, 1200-ാം ആണ്ട് കർക്കിടക മാസം 16-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ചോതി നക്ഷത്രവുമാണ്. രണ്ടും നല്ല നക്ഷത്രവും നല്ല ദിവസവുമാണ്. വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ശുക്രവാരം എന്ന് പറയുമ്പോൾ ശുക്രൻ്റെ ദിവസമാണ്. വളരെ സൗഭാഗ്യത്തെ കൊടുക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച നമ്മൾ എന്ത് കൊടുത്താലും വാങ്ങുന്നവർക്ക് ഗുണം വരുമെന്നാണ്. എന്ത് കൊടുത്താലും വാങ്ങുന്നവർക്ക് ഗുണം, കൊടുക്കുന്നവർക്ക് ഗുണം വരെ എന്തായാലും കൊടുക്കുന്നതല്ലേ. വാങ്ങുന്നവർക്ക് ഗുണം വരുന്ന ദിവസമാണ് ശരിക്കും വെള്ളിയാഴ്ച. ശുക്രൻ്റെ ദിവസമാണ്, സൗഭാഗ്യത്തെ കൊടുക്കും. അതുപോലെ ഇന്നത്തെ നക്ഷത്രവും ചോതി നക്ഷത്രം. അപ്പോൾ ഇന്നത്തെ എന്ത് ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമായ ഒരു ദിവസമാണ് ഇന്ന്. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും പ്രധാനം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കും. കർക്കിടക മാസത്തിലെ ചോതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ്. സാമ്പത്തിക പുരോഗതി, വിവാഹം നടക്കാത്തവർക്ക് വിവാഹം, അതുപോലെ ജോലിയിലിരിക്കുന്നവർക്ക് ജോലിക്കയറ്റം, ഇങ്ങനെ പലതരത്തിലുള്ള ഗുണഫലങ്ങളെ സിദ്ധിക്കുന്ന കാലയളവ് തന്നെയാണ്. വളരെ ഐശ്വര്യപ്രദമായ ഒരു വർഷത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തു തരും. ഇപ്പോൾ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം, ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് നിൽക്കുന്നവർക്ക് അത് പരിഹരിക്കപ്പെടും. മക്കളുടെ കല്യാണം നടത്തി കൊടുക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന പാരൻസിന് അത് പൂർത്തീകരിക്കാൻ സാധിക്കും. ഇങ്ങനെ വളരെ നേട്ടഭാവത്തെ കൊടുക്കുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്തെ മാക്സിമം യൂസ് ചെയ്യുക. നമുക്ക് നല്ല സമയം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നല്ല പോലെ പ്രവർത്തിക്കണം. നമുക്ക് ചീത്ത സമയത്ത്, നമ്മൾ ഉദാഹരണം യാത്ര ചെയ്യുകയാണ്, ജീവിതയാത്രയാണല്ലോ. യാത്ര ചെയ്യുമ്പോൾ ബെസ്റ്റ് റോഡ് കിട്ടുമ്പോൾ ആക്സിലേറ്റർ കൂട്ടി കൊടുക്കണം. മോശപ്പെട്ട റോഡ് വരുമ്പോൾ ബ്രേക്ക് ചവിട്ടി പോകണം എന്ന് പറഞ്ഞതുപോലെ നല്ല സമയവും ചീത്ത സമയവും അറിയാൻ വേണ്ടിയിട്ടാണ് മഹർഷിവര്യന്മാർ ഈ ജ്യോതിഷശാസ്ത്രം എഴുതി വെച്ചത് തന്നെ. അതുപോലെ ഇന്നും വെള്ളിയാഴ്ച ദിവസം ഓരോ കാര്യം നല്ല ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ രാവുകാല സമയം നമുക്ക് നോക്കുമ്പോൾ 10:30 മണി മുതൽ 12 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 10:58 തൊട്ട് രാവുകാല സമയം തുടങ്ങും. 12:31 വരെ രാവുകാല സമയമുണ്ട്. ഈ സമയം ശുഭയാത്രയ്ക്ക് എടുക്കരുത്. അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യത്തിനും എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളുണ്ട്. ഗുളികകാല സമയവും യമകണ്ഠ കാലസമയവും. ഇന്ന് ഗുളികകാല സമയം വരുന്നത് 7:51 തൊട്ട് 9:24 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് ശരിക്ക് 4:37 തൊട്ട് 5:11 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്നും അഭിജിത്ത് മുഹൂർത്ത സമയമുണ്ട്. രാവിലെ തന്നെ ഉച്ചയ്ക്ക് അഭിജിത്ത് മുഹൂർത്തം 12:07 സ്റ്റാർട്ട് ചെയ്യും. 12:55 വരെ അഭിജിത്ത് മുഹൂർത്ത സമയമുണ്ട്. ഈ സമയവും നമുക്ക് ഓരോ ശുഭകാര്യങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. ചുവന്ന കളർ വസ്ത്രം വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. മൊത്തം ചുവപ്പിട്ട് നടക്കണമെന്നല്ല, നമ്മളെ വസ്ത്രധാരണത്തിൽ ചുവന്ന കളറും കൂടി ഉൾപ്പെടുത്തി പോകുന്നത് ഭാഗ്യദായകമായി തീരും. ഇപ്പോൾ ഇന്നത്തെ ദിവസം ശുക്രഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.